നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒരു കമൻറ്റ് കണ്ടു കേട്ടോ. ഒരു അസുഖവും ഇല്ല, ഇത് ചുമ്മാ അവർക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കിടന്ന് തടവുന്നതാണ്. എനിക്കിത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. എൻ്റെ വയ്യായിക കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്നുണ്ട്. എനിക്ക് പുറമേ വയ്യായിക ഇല്ലെങ്കിലും എനിക്ക് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ രാമകൃഷ്ണ ഹോസ്പിറ്റലിൽ പോയി. നമ്മൾ എന്താണ് സ്കാൻ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, യൂറിൻ ടെസ്റ്റ് ചെയ്തു. ഇതിലൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് വേദന കുറവില്ലാത്തത് കൊണ്ടാണ് ഞാൻ പാലാഴിയിൽ വന്നത്. ഫസ്റ്റ് ഡേ ട്രീറ്റ്മെൻറ്റിൽ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടി. സെക്കൻഡ് ഡേ ആയപ്പോഴും ഒരു 80% എനിക്ക് വ്യത്യാസമുണ്ട്. തേർഡ് ഡേ ആയപ്പോഴേക്കും ഇന്ന് രാവിലെ എനിക്ക് തലയൊക്കെ കുനിക്കുമ്പോൾ ഈ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ മൂന്നാമത്തെ ദിവസത്തെ ഉഴിച്ചിലും പിഴിച്ചിലും കഴിഞ്ഞതോടുകൂടി അതും കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ട് വന്നതെന്നുള്ളതൊക്കെ ഡോക്ടർമാരുടെ ഭാഷയിൽ നമ്മുടെ ഡോക്ടർ മസിൽ പിടിച്ചതെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്കത് ഇപ്പോൾ പൂർണ്ണമായിട്ടും എനിക്ക് ഭേദമായിട്ടുണ്ട്. എന്നോട് നന്നായിട്ട് സ്ട്രെച്ചബിൾ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. എങ്കിലേ മസിൽസൊക്കെ സ്ട്രെച്ച് ആവത്തുള്ളൂ. ഇത് വീണ്ടും വരാതിരിക്കാൻ എക്സസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇനിയും വരാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് തേർഡ് ഡേ ആണ്. എനിക്ക് കിഴിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ എനിക്ക് ചെറിയ രീതിയിൽ ചേച്ചിമാർ തടവിയപ്പോഴേക്കും കഴുത്തിൽ ചെറിയൊരു തടുപ്പ് പോലെ കണ്ടതുകൊണ്ട് ഒന്നുകൂടെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അത് ഡോക്ടർ നല്ല പിടിച്ചു വിട്ടു. അതിൻ്റെ പെയിനും എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത തെറാപ്പിസ്റ്റുകളുടെ പേര് ഒന്ന് നയനയും ഒന്ന് അശ്വതിയാട്ടോ. നല്ല രീതിയിലാണ് എനിക്ക് അവർ ചെയ്ത് തന്നിട്ടുള്ളത്. ഇവിടെയുള്ള ഓരോരുത്തരും നല്ല രീതിയിലാണ് ചെയ്തത്. എങ്കിലും എനിക്ക് ചെയ്തു തന്ന നയനയോടും അശ്വതിയോടും താങ്ക്സ്. അവരുടെ ഫുൾ പ്രഷറും എൻ്റെ ബോഡിക്ക് കൊടുത്ത് നല്ല രീതിയിൽ ഫസ്റ്റ് ഡേ നല്ല രീതിയിൽ ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ ബോഡി വീക്കായിക്കൊണ്ടേ ഇരിക്കുക. അത്രയും പ്രഷറിൽ ചെയ്താൽ സെക്കൻഡ് ഡേ കുറച്ചുകൂടെ കുറച്ചു. ഇന്ന് കുറച്ചുകൂടെ കുറച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും രീതികളും എക്സസൈസും ഒക്കെ അവരൊക്കെ പറഞ്ഞു തന്നു. അതിനി ഫോളോ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അത് നടക്കുന്ന കാര്യമല്ല. എങ്കിലും അതൊക്കെ കേട്ട് ആസ്വദിച്ച് കണ്ട് നിന്ന് കേട്ടോ. ഇത്രയും വയ്യായിക ഉള്ള എന്നെ പുറമേ ഈ പറഞ്ഞ പോലെ കാണുമ്പോൾ എനിക്ക് വയ്യായിക തോന്നില്ല. അതുകൊണ്ടാവാം അങ്ങനെ പറഞ്ഞത്. എനിക്ക് ആക്ച്വലി അത്രയും വയ്യാന്നുള്ളത് നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തിരുമലയുള്ള പാലാഴി ഹോസ്പിറ്റലിലാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ പാലാഴി തിരുമല എന്ന് തന്നെ സെർച്ച് ചെയ്യുക. പൂജപ്പുര സെർച്ച് ചെയ്താൽ വേറൊരു ഹോസ്പിറ്റൽ പൂജപ്പുരയുണ്ട്, അവിടെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തിരുമല പാലാഴി എന്ന് തന്നെ സെർച്ച് ചെയ്യുക. നമ്മൾക്ക് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ എടുത്ത് പറയുന്നത്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം, ഗൂഗിൾ മാപ്പ് ലൊക്കേഷനിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവരുടെ കർക്കിടക പാക്കേജിൻ്റെ ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്യാം. അതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം, നമ്മുടെ വീഡിയോസ് കണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് ചെല്ലുന്നവർക്ക് എക്സ്ട്രാ ഒരു 10% അവർ ഓഫർ തരുന്നുണ്ട്. അപ്പോൾ ചോദിച്ച് തന്നെ വാങ്ങിക്കോളാം. എൻ്റെ വീഡിയോസ് കണ്ടാൽ എന്തോ കൊമ്പുണ്ടോ എന്ന് ഒരാൾ നാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, എൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ 10% ഓഫർ കിട്ടും കേട്ടോ. ഓഫ് കിട്ടും. ഇതൊക്കെയാണ് അവരുടെ പാക്കേജും ഡീറ്റെയിൽസും. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. 3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് 6,000, 5 days അതിലെന്തൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 10,000, 7 daysന് 30 days ആണ് 13,000 ആണ് വരുന്നത്. ആ പാക്കേജിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അവരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ കർക്കിടക ചികിത്സ കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ആയിട്ട് കർക്കിടക കഞ്ഞി കൊടുക്കുന്നുണ്ട്. 1.25 മണിക്കൂറത്തെ ട്രീറ്റ്മെൻ്റ് ആണ് വരുന്നത്. പിന്നെ റിജുവിനേഷൻ ട്രീറ്റ്മെൻറ്റും അങ്ങനെ വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും കർക്കിടക ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ തിരുമലയുള്ള പാലാഴിയിൽ വരിക. ശ്രീകുട്ടിയുടെ പേര് പറയാം, 10% ചോദിച്ച് വാങ്ങുക. ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എൻക്വയറീസും വരുന്നവരും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ പേര് ഒന്ന് പറഞ്ഞാൽ നമുക്ക് 10% ഓഫ് കിട്ടുമെന്ന് പറഞ്ഞത് കേട്ടോ. അതിലെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയേ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയുർവേദമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ലൊക്കേഷനും കാര്യങ്ങളും 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ സത്യമായിട്ടും കംപ്ലീറ്റ്ലി ഓക്കെ ആയി ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഈ തടവിയതിൻ്റെ പിടിച്ചതിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട് കേട്ടോ. വന്ന പാടെ തന്നെ ഞാൻ പഴങ്കഞ്ഞി ഇന്നലെ ഉളർത്തതുണ്ടായിരുന്നു. രാവിലെ മത്തി മീൻകറിയും മുരിങ്ങയ്ക്ക തോരനും വെച്ചിട്ടാണ് പോയത്. അതായിരുന്നു ഇന്നത്തെ ലഞ്ച്. ശരിക്കും പറഞ്ഞാൽ ഫുൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതിനോട് കുക്കിംഗ് ഒന്നും ചെയ്യല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ വീട്ടിലെ കാര്യം നമ്മൾ തന്നെ ചെയ്തല്ലേ പറ്റൂ. എത്രയൊന്നും പറഞ്ഞാലും പുറത്തുനിന്ന് കഴിക്കുന്നത് സത്യമായിട്ടും കഴിച്ച് മടുത്തു. ഏട്ടനാണെങ്കിൽ പിന്നെ അങ്ങനെ നെട്ടയത്ത് വരും അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ തോന്നുമ്പോൾ വരും, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ എന്നോട് വയ്ക്കണ്ട,
പുറത്തുനിന്ന് വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞു. എനിക്കും പുറത്തുനിന്ന് കഴിക്കുന്ന ഏട്ടൻ ഇങ്ങനെ എന്നും പുറത്തുനിന്ന് കഴിക്കണതാണ്. അപ്പോൾ ഇനി എന്തൊക്കെ ഇനി അതുകൊണ്ട് വരുന്നു എന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു നിവൃത്തിയില്ലാണ്ട് അധികവും പുറത്തുനിന്ന് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ വീട്ടിൽ നിൽക്കുന്ന ദിവസമെങ്കിലും പറ്റുന്ന ദിവസങ്ങളിൽ കുക്ക് ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് പിന്നെ ഇന്ന് ഇത്രയും വച്ചിട്ട് പോയതേ. കുറച്ച് സമയമൊന്നും അങ്ങനെ അധികം നിൽക്കണ്ട, കുക്കിംഗ് ചെയ്യണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇന്നലെ എനിക്കൊരാൾ പേഴ്സണലി മെസ്സേജ് ഇട്ടു, നമ്മളിങ്ങനെ ഹെൽത്ത് അവർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാണ്ട് ജോലി ചെയ്താൽ ഇപ്പോഴറിയില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ നന്നായിട്ട് ബുദ്ധിമുട്ടും അനുഭവം കൊണ്ട് പറയാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. രാത്രി വൈകിട്ട് വേദയ്ക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ചിക്കനൊക്കെ ഉണ്ട്. നല്ല കിട്ടില്ല മത്തി മീനാട്ടോ കിട്ടിയത്. അതിൽ വലിയ മീൻമുട്ടയൊക്കെ ഉണ്ടായിരുന്നു. ആ മീൻമുട്ടയൊക്കെ ഞാൻ നാളെ വറുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വേദയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉച്ചത്തെ ലഞ്ചല്ല, ഇത് ഏട്ടന് പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടമാട്ടോ. ഏട്ടനായിരുന്നു പഴങ്കഞ്ഞി. ഞാൻ അവിടെ ഇരുന്ന് എന്തോ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ നെട്ടയത്തുനിന്ന് ഉണക്ക മീനും ഒക്കെ കൊണ്ടുവന്നു, അതൊക്കെ വെച്ച് ഞാൻ കഴിച്ചു. എന്നിട്ട് പോയി കിടന്നു. പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല കേട്ടോ. ഞാനങ്ങനെ കുറേ സമയം കിടന്നു. എന്നോട് ചെന്നോടനെ കിടക്കാനൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ വൈകുന്നേരമായപ്പോൾ എഴുന്നേറ്റ് ഒരു ഗ്രീൻ ടീ എല്ലാം കുടിച്ചു. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് അവർ തരുന്ന നവര ക്രീമും എന്താണ് അവർ തന്ന ഫേസ് പാക്കും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ റിസൾട്ട് ഫേസിൽ കാണാനുണ്ടെന്നാണ് തോന്നുന്നത്. അതുപോലെ ഒരു കമൻറ്റ് ഉണ്ട്, ആ മുടിയൊക്കെ ഒന്ന് വൃത്തിക്ക് കെട്ടി വെച്ചൂടെ എന്ന്. ആക്ച്വലി ഈ മുടി എന്നോട് തല 3 ദിവസം കുളിക്കില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെ മസാജ് ചെയ്യുന്നതിൻ്റെ ഓയിൽ ഫുൾ തലയിലും ബാക്കിൽ കഴുത്തിലൊക്കെ ഇടുന്നത് നല്ല മുകളിലോട്ട് ഇങ്ങനെ ഓയിൽ ആവുന്നുണ്ട്. അപ്പോൾ ഓയിൽ ഫുൾ തലയിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകാതെയൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് ഒരുമാതിരി പശു നക്കിയത് കണക്ക് എൻ്റെ തലയിരുന്ന് ഒരുമാതിരി ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴും ഏട്ടൻ പറഞ്ഞു ഒന്നും ഉണ്ടാക്കണ്ട, പുറത്തുനിന്ന് വാങ്ങാമെന്ന്. അപ്പം ഓൾറെഡി മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ വേദയ്ക്കാണെങ്കിൽ ഇന്നലെ അമ്മ വീട്ടിൽ നിന്ന് ചിക്കൻ തന്നു വിട്ടു കേട്ടോ. അതാണ് ഫ്രൈ ചെയ്യാനുള്ളത്. അവൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അവൾക്ക് തന്നെ ഷവർമ ഉണ്ടാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം മയണൈസ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. കുറേ നാൾ മുന്നേ ഞാനൊരു റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഹോം മെയ്ഡ് മയണൈസ് ഉണ്ടാക്കുന്നത്. അത് എഗ്ഗെല്ലാം ചേർത്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നോൺ വെജ് കഴിക്കുന്നവർക്ക് അത് കഴിക്കാം, വെജിറ്റേറിയനായിട്ടുള്ളവർക്ക് എങ്ങനെ മയണൈസ് ഉണ്ടാക്കുമെന്നുള്ള ഒരു റിസർച്ചിലാണ് ഞാനിന്ന്. അങ്ങനെ അവസാനം ഞാൻ കണ്ടുപിടിച്ചു. ഇത് ഞാൻ ഏതൊരു യൂട്യൂബ് വീഡിയോ വഴി കണ്ടതാട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ മയണൈസ്. ഇതിൻ്റെ റെസിപ്പി ഞാനൊരു റീൽസായിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തങ്ങ് കാണിച്ച് പോകുന്നതെന്നുള്ളൂ. പനീറും കാഷ്യൂസും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു മയണൈസ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഡയറ്റ് ചെയ്യുന്ന ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചവറൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഇതൊന്നും വേദയ്ക്ക് ഇഷ്ടമല്ല. ജസ്റ്റ് ഞാൻ വേദയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ഉണ്ടാക്കി ആ മയണൈസ് ഉണ്ടാക്കി തരൂ. ഏട്ടനോട് റൊമാലി റൊട്ടി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ റൊമാലി റൊട്ടി വാങ്ങി ചിക്കൻ ഫ്രൈ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചിക്കൻ ഫ്രൈ ചെയ്തത് ഷവർമ്മയ്ക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ മതി എന്ന് പറഞ്ഞു. ഞാൻ അല്ലാതെ ചിക്കൻ കുറച്ച് ബോയിൽ ചെയ്ത് ഗ്രില്ല് ചെയ്തൊക്കെ വച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ട, അവൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് എന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് വേദയ്ക്ക് ഞാൻ കൊടുത്തേ. മയണൈസ് ഉണ്ടാക്കി കൊടുത്തു. റൊമാലി റൊട്ടി ഏട്ടൻ വാങ്ങിച്ചിട്ട് വന്നു. അതെല്ലാം കൂടി വെച്ചിട്ട് അവൾ തന്നെ ഒരു ഷവർമ ഉണ്ടാക്കി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമുക്കിങ്ങനെ വയ്യാന്നും പറഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല. കുറച്ച് പറ്റുമെങ്കിലും ഞാൻ എല്ലാം ചെയ്യും, കുറച്ച് പറ്റുമെങ്കിൽ. ഭയങ്കര മടിയാണ്, അത് വേറെ കാര്യം. പക്ഷേ കയറിയാൽ അങ്ങ് കയറിയതാണ്, എല്ലാം അങ്ങ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എത്ര വയ്യാന്ന് പറഞ്ഞിരുന്നാലും കുറച്ചെങ്കിലും ആവുമെങ്കിൽ നമ്മൾ ഈ വീട്ടമ്മമാർ എല്ലാ കാര്യങ്ങളും ജോലികളും വീട്ടിലെ ചെയ്യില്ല. അതെൻ്റെ അമ്മയാണെങ്കിലും അങ്ങനെ. ഇന്നലെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഭയങ്കരമായിട്ട് വഴക്ക്, നീ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഇങ്ങനെ ഓടിന്നോടോ, അങ്ങനെയാണ് ഇങ്ങനെ. അപ്പം ഞാൻ മനസ്സിൽ ചിരിച്ച്. അമ്മയ്ക്കൊരു സർജറി കഴിഞ്ഞാൽ പോലും അടങ്ങി വീട്ടിൽ ഒന്ന് ബെഡിലിരിക്കാത്ത ആളാണ് എന്നെ ഉപദേശിക്കണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ ചിരിച്ചു. അതുകൊണ്ട് എൻ്റെ മാത്രം കാര്യമല്ല, എല്ലാവരുടെയും കാര്യമുണ്ട്. റെസ്റ്റ് പറഞ്ഞാലും നമ്മൾ വീട്ടമ്മയാണെങ്കിൽ കുറച്ചൊന്ന് പറ്റുമെങ്കിൽ, ഒരു പനി വന്നാലും പനി ഒന്ന് മാറിക്കഴിഞ്ഞാലും നമ്മൾ കിച്ചണിൽ കയറി നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമല്ലേ. ഇതിപ്പോൾ നമ്മൾ സ്ഥിരം പുറത്തുനിന്ന് കഴിക്കുന്നത് കൊണ്ടാണ് ഇന്നിപ്പോൾ പുറത്തുനിന്ന് വാങ്ങാത്തത്. ഇനിയിപ്പോൾ സാറ്റർഡേ സൺഡേ നമ്മൾ പോകുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ വസ്ത്രയ്ക്ക് വേണ്ടിയിട്ട് സാരീസ് എടുക്കാൻ പോകുന്നുണ്ട്. കളക്ഷൻസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ വീണ്ടും അന്നും പുറത്തുനിന്നാണ്. അപ്പോൾ എന്നും ആകുമ്പോൾ ഇനി വയറിന് കൂടെ എന്തെങ്കിലുമൊക്കെ അസുഖം പിടിക്കും. എനിക്ക് ഫുൾ ഞാൻ പോയി കിടക്കുകയാണ്, ഇനി ഏട്ടനോടെ അസുഖം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം വീട്ടിൽ നിന്ന് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ രാത്രി സത്യം പറഞ്ഞാൽ ഞാൻ മടിച്ചിരുന്നതാണ്. പിന്നെ കിച്ചണിൽ കയറിയപ്പോൾ ഒരു ഉത്സാഹമൊക്കെ വന്നു. പിന്നെ വേദയ്ക്ക് ഞാൻ ചിക്കനും ഫ്രൈ ചെയ്ത് കൊടുത്തു. ആ മയണൈസ് ഉണ്ടാക്കി കൊടുത്തു. ആ മയണൈസ് ഉണ്ടാക്കിയാൽ കുറച്ച് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. പക്ഷെ ഞാൻ
അന്ന് എഗ്ഗിലുണ്ടാക്കിയതാണെങ്കിൽ അധിക ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് എഗ്ഗിൽ നോൺ വെജ് സാധനങ്ങളൊക്കെ എഗ്ഗൊക്കെ ആഡ് ആവുന്നതല്ലേ. എഗ്ഗൊന്നും അധിക ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റത്തില്ല. മീൻസ് കുക്ക് ചെയ്ത എഗ്ഗ്. ഇതിപ്പോൾ എഗ്ഗൊന്നും ആഡ് ആവുന്നില്ല. പനീറും യോഗേർട്ടും പിന്നെ എന്താ കാഷ്യൂസൊക്കെയാണ് വരുന്നത്. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ ഒരു 2-3 ഡേയ്സൊക്കെ കുഴപ്പമില്ലാണ്ടിരിക്കും കേട്ടോ. പക്ഷെ നമുക്ക് സാലഡൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമുക്ക് ആ ചോറും മീനും ഒക്കെ ഇരിക്കുമ്പോൾ ചോറും മീനും കഴിക്കും. സലാഡൊന്നും ഉണ്ടാക്കി കഴിക്കാൻ തോന്നത്തില്ല. അതാണ് വേറൊരു കാര്യം. പക്ഷേ സലാഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നമുക്ക് ഷവർമയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ കൊള്ളാം കേട്ടോ. ഞാൻ ഏതാണ്ടൊക്കെ ചെയ്യുകയാണ്. ഇങ്ങനെ കുനിഞ്ഞൊക്കെ എടുക്കുന്നതിൽ ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ കുനിയാനൊന്നും പറ്റത്തില്ലായിരുന്നു കേട്ടോ. എന്ത് തന്നെ ആയാലും എനിക്കത് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അതിൽ ഭയങ്കര റിലാക്സേഷനുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആയുർവേദമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പഴിച്ച് കളയും കേട്ടോ. അമ്മയും അച്ഛനൊക്കെ ഈ കാലും ഒക്കെ കൊണ്ട് ആയുർവേദ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ആഹാ എന്തൊരു ആശ്വാസം എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ചിരിക്കും. പിന്നെ അവിടെ ചെന്ന് 2 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ അങ്ങ് സുഖമായി എന്ന് പറഞ്ഞ് ചിരിക്കും. പക്ഷെ നമുക്ക് നേരിലൊരു അനുഭവം വന്നപ്പോഴാണ് ഭയങ്കര റിസൾട്ട് കിട്ടി. മേ ബി ഇനിയും വരാം. പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല ആശ്വാസമുണ്ട്. ഒരു ദിവസം ഞാൻ അനുഭവിച്ചതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഫുൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആയുർവേദം ഒരു മോശമല്ല കേട്ടോ. നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ തേയ്മാനമൊക്കെ വന്നതാണ്. അതിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ചിലപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയേക്കാം. എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ എനിക്ക് നല്ല റിസൾട്ടുണ്ട്. നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ട്. മെഡിസിൻസൊക്കെ കഴിക്കുന്നുണ്ട്. ഇടാൻ എനിക്കൊരു ക്രീമല്ല, അവരുടെ എന്തോ ആയുർവേദ കൂട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു സാധനം നടുവിലും കഴുത്തിലൊക്കെ ഇടാനായിട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അവർ പറയുന്ന കാര്യം ഫോളോ ചെയ്യുന്നുണ്ട്. റെസ്റ്റ് മാത്രം എടുക്കുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഏകദേശം മയണൈസ് റെഡിയായി. ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഫ്രൈസ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ഫ്രൈസ് വേണോടി എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്നിങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തായാലും നമ്മൾ ജോലി ചെയ്യുന്നു. പിന്നെ ഒരു ഫ്രൈസ് കൂടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇന്നൊക്കെ പിന്നെ അത്രയും എനിക്ക് ക്ഷീണമില്ല. ഇന്നലെ ഞാൻ നന്നായിട്ട് ടയേർഡായിട്ടോ. കാരണം അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ നെട്ടയത്ത് അതും സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി. ഭ്രാന്താണ് കേട്ടോ. ഭ്രാന്ത്. എനിക്ക് കാർ ഓടിക്കുന്ന ഇഷ്ടമേ അല്ല. അങ്ങനെ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയുള്ള ഗട്ടറെല്ലാം ചാടി എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇന്നലെ. നമ്മളവരുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒന്ന് വന്ന് കിടന്നാലും നമുക്ക് അത്രയും ക്ഷീണം ഉണ്ടാവത്തില്ല. ഞാൻ ഈ മയണൈസിൻ്റെ റെസിപ്പി ഉടനെ റീൽസായിട്ട് ഇടാം കേട്ടോ. ഈ മയണൈസ് ഇനി 2-3 ദിവസം ഇങ്ങനെ അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് മയണൈസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ റീൽസായിട്ട് അപ്ലോഡ് ചെയ്യാവേ. ഇന്നിപ്പോൾ എനിക്ക് റീൽസായിട്ട് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞാലും അത് അത്രയും ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്നത്? ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്താലും നമുക്ക് ഭയങ്കര റിലാക്സേഷൻ, ഭയങ്കര ക്ഷീണം കേട്ടോ. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡാവും. അപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയിട്ടൊക്കെ എണീക്കുമ്പോൾ നല്ല സുഖമാവും കേട്ടോ. പക്ഷേ എനിക്ക് കിടന്നുറങ്ങാനുള്ള സമയം ഇന്നലെ കിട്ടിയില്ല. ഇന്നിപ്പോൾ കിടന്നുറങ്ങിയപ്പോൾ നല്ല റിലാക്സേഷനുണ്ട്. നാളെ ഫുൾ റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് വേറെ സ്കൂളിലൊന്നും വിടണ്ടേ ഫുൾ റെസ്റ്റ് പറഞ്ഞാൽ. ഞാൻ പക്ഷേ നെട്ടയത്ത് പോയി നിന്നാനേട്ടോ. ഏട്ടൻ പറഞ്ഞു നെട്ടയത്ത് പോയി നിൽക്ക്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നെട്ടയത്ത് പോയി നിന്നാനേ. പക്ഷേ വേദയ്ക്ക് സ്കൂളുണ്ട്, ട്യൂഷനുണ്ട്. അപ്പോൾ ഏട്ടനാണ് ഫുൾ ബുദ്ധിമുട്ട്. രാവിലെ വരണം, വേദയെ സ്കൂളിൽ കൊണ്ടുവന്നാക്കണം, വീണ്ടും ഉച്ചയ്ക്ക് തിരിച്ച് കൊണ്ടുവന്നാക്കണം, വീണ്ടും ട്യൂഷന് കൊണ്ടാക്കണം, വീണ്ടും തിരിച്ചു കൊണ്ടാക്കണം. അപ്പോൾ അത്രയും കിടന്ന് ഓടണ്ടേന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ നിന്നത് കേട്ടോ. ഇവിടെ ഏട്ടനുണ്ടല്ലോ, ഒരു പരിഭവം പരാതിയില്ല. ഏത് സാഹചര്യത്തിലും നിന്നോളും. നീ വീട്ടിൽ പോയി നിൽക്കണോ നിന്നോ, നിനക്ക് കുക്ക് ചെയ്യാൻ വയ്യേ വേണ്ട, കുക്ക് ചെയ്യാൻ പറ്റുമോ പറ്റും, മീൻ വാങ്ങണോ വാങ്ങാം, വേണ്ടേ വേണ്ട, അങ്ങനെ ഒരു നിർബന്ധമില്ല. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. നീ പറഞ്ഞാൽ ചെയ്യാം, പറഞ്ഞില്ലെങ്കിൽ ചെയ്യൂല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വീട്ടിൽ പോയി നിൽക്കുന്നതിലും പരിഭവമില്ല, പരാതിയില്ല. അപ്പോൾ ഞാൻ ഇന്നാളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏട്ടൻ ഒരുപാട് ക്ഷീണിച്ചു എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു വിഷമം, നമ്മളൊന്നും വീട്ടിൽ കുറേ ദിവസം കൊണ്ട് നിൽക്കുന്നില്ല, ഒന്നും കാര്യമായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് എന്തായാലും ഉണ്ട്. നല്ല പ്രോട്ടീൻ കഴിക്കാൻ പറ്റുന്നില്ല, നല്ല വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റുന്നില്ല, നല്ല കാൽഷ്യം കഴിക്കാൻ പറ്റുന്നില്ല, കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നലെ ഒന്നും കുക്ക് ചെയ്തില്ല. മിനിങ്ങാന്നൊക്കെ വെറും മീൻകറിയും ചോറും മാത്രമേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പാവം കഴിക്കുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി. വെറും മീൻകറിയും ചോറും, വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് തോന്നി. അന്നും എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എന്നിട്ട് ഞാൻ മീൻകറി വച്ചു. ഇന്നലെ പിന്നെ എനിക്ക് വയ്യായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. ശരി, പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ അപ്പം ഞാൻ പറയും മീൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും വാങ്ങിച്ചില്ല. മുരിങ്ങയ്ക്ക മീനിലിടാൻ വാങ്ങിയതാണ്. ഞാൻ അതിനെടുത്ത് തോരൻ വെച്ച് കേട്ടോ. അപ്പോൾ 2 കറിയായേ. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും 2 കറി വയ്ക്കുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. ഒരു മെഴുക്കുവരട്ടി, ഒരു മീൻ കറി, അപ്പോൾ സെറ്റാവും. അതുപോലൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ മീൻ വാങ്ങി വെച്ചാൽ ഉച്ചയ്ക്ക് കൊടുക്കാം, വൈകുന്നേരം എടുക്കാം.
ഇത് ഉച്ചയ്ക്കൊന്നും വാങ്ങി വെച്ചില്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കണം, രാത്രി പുറത്തുനിന്ന് കഴിക്കണം. ഇതൊക്കെയാണ് ഒരു മെനക്കെട്ട പരിപാടി കേട്ടോ. അതുകൊണ്ട് രാവിലെ വാങ്ങി മീൻ വയ്ക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. വൈകുന്നേരം എനിക്ക് ഒരു ജോലിക്കും ഇഷ്ടമല്ല കേട്ടോ. ഇതൊന്നും എനിക്ക് ഇഷ്ടമേ അല്ലാത്ത പരിപാടിയാണ്. പിന്നെ വേദ അതും കൊണ്ട് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം. രാത്രി വേണമെങ്കിൽ പുട്ട വയ്ക്കും, മീൻ ചൂടാക്കും, വെള്ളം തിളപ്പിക്കാൻ വയ്ക്കും. അതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഭാരിച്ച ജോലിയാട്ടോ. എന്നിട്ടും ഞാനതൊക്കെ ചെയ്യുന്നില്ലേ. എന്തായാലും കാര്യമെല്ലാം പറഞ്ഞ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തു. വേദയ്ക്ക് മയണൈസ് ഉണ്ടാക്കി കൊടുത്തു. വേദ ഷവർമ ഉണ്ടാക്കുകയാണ്. ഞാൻ ഷവർമ ഉണ്ടാക്കില്ല കേട്ടോ. അവൾ തന്നെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തു. ക്യുക്കുംബർ നോക്കിയപ്പോൾ ക്യുക്കുംബറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫ്രൈസൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഫ്രൈസ് എല്ലാം ഫ്രൈ ചെയ്ത് ഒരു തട്ടിക്കൂട്ട് ഷവർമ വേദ ഉണ്ടാക്കി. പക്ഷെ അവൾ കഴിക്കണുണ്ട്. അപ്പോൾ എനിക്ക് സത്യമായിട്ടും ഭയങ്കരമായിട്ട് കൊതിയായി കേട്ടോ. നാളെ എൻ്റെ ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും ഷവർമ ആയിരിക്കും. എനിക്ക് അത്രയ്ക്ക് കൊതി, സത്യമായിട്ടും വായിക്കൂടെ വെള്ളം വന്നു. ഞാൻ രാത്രി ഇപ്പോൾ ഫുഡ് കഴിക്കാറില്ല. ഇതൊക്കെ എൻ്റെ ഡയറ്റിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ രാത്രി ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ ഇനി എന്ത് സംഭവിച്ചാലും കഴിക്കില്ല എന്നൊരു തീരുമാനം നമ്മൾ അങ്ങ് ഭയങ്കര കോൺഫിഡൻസോട് കൂടി എടുത്തതാട്ടോ. അങ്ങനെ ആ ഒരു തീരുമാനം എടുത്തതിൻ്റെ പേരിൽ വേദ ഫ്രൈസ് ഷവർമ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിച്ചു വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് മനസ്സോടെ ഞാൻ പറഞ്ഞു. ഞാൻ കഴിച്ചില്ല, പക്ഷെ അവൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ജ്യൂസി ആയിട്ട് നമ്മൾ ചില റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കഴിക്കുമ്പോൾ ഷവർമ കഴിക്കുമ്പോൾ ഇങ്ങനെ ജ്യൂസി ആയിട്ട് വരും കണക്ക് അവൾ ഇങ്ങനെ ജ്യൂസി ആയിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ കൊണ്ട് ഷവർമ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. നന്നായിട്ടുണ്ടെന്നും പറഞ്ഞ് കഴിക്കുന്നുണ്ടായിരുന്നു. വേറെ ചിക്കൻ ഇരിക്കുകയായിരുന്നു, അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പാലാഴിയുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും മെൻഷൻ ചെയ്തേക്കാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. വേഗം തന്നെ കർക്കിടക ചികിത്സയ്ക്ക് ബുക്ക് ചെയ്തോളൂ, എൻ്റെ പേര് പറഞ്ഞോളൂ, എക്സ്ട്രാ 10% നേടിക്കോളൂ. ഇതിപ്പോൾ പ്രൊമോഷൻ പോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അതിലൊരു തെറ്റൊന്നുമില്ല. ഞാൻ പോകുമ്പോൾ നമ്മൾ 3 ദിവസം ഡെയിലി വ്ളോഗ്സ് ഡേ അല്ലേ, പകുതി സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ വീഡിയോസ് ഇട്ടിടുന്നത്. പലർക്കും അത് ഹെൽപ്ഫുൾ ആയേക്കാം. ഇന്ന് ഞാനൊരാളെ കണ്ടു, അവർ പുറത്താണ്, അവർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പാലാഴി വന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. പലർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കാമെന്ന് കരുതിയാണ് കാണിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.